പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്ന് നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്. തെറി പറയുന്നവന്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ടും കാര്യമില്ല. തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് തന്നെയാണ് കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. സംഭവം സിനിമാ ഡയലോഗ് എടുത്തു വെച്ച് കാച്ചിയതാണെങ്കിലും ഒരു മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രിയെ പറ്റിയാണ് ഇതെല്ലാം പറഞ്ഞതെന്നൊരു ഓർമ്മ വേണം. അത് ഓർമ്മയില്ലാത്ത മുഖ്യമന്ത്രി അതിന്റെ പ്രതികരണം കേൾക്കാൻ ബാധ്യസ്ഥനുമാണ്. പിണറായി വിജയൻ ഡാഷ് മോനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അർദ്ധോക്തിയിൽ നിർത്തിയിരിക്കുന്നതാണ്. ആ ഡാഷ് പൂരിപ്പിച്ച് കൃത്യമായ വാക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, തൽക്കാലം അത് മതിയെന്ന് അദ്ദേഹം കരുതി, അത്രയേ ഉള്ളൂ. ഒരു യുദ്ധസമയത്ത് ആദ്യം യുദ്ധ നിയമങ്ങൾ തെറ്റിക്കാനുള്ള അവസരം എതിർകക്ഷിക്ക് കൊടുക്കണമെന്നാണ് കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം. ആദ്യം അവർ യുദ്ധ നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചറപറ അത് തെറ്റിക്കാമെന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. രഥം മണലിൽ പൂണ്ട കർണൻ ആയുധം കയ്യിലില്ലാതെ രഥചക്രം ഉയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് അമ്പെയ്ത് വീഴ്ത്താൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞപ്പോൾ ആയുധം കയ്യിലില്ലാത്തവരോട് യുദ്ധം ചെയ്യുന്നത് മര്യാദയല്ലെന്ന യുദ്ധമര്യാദ കൃഷ്ണനെ അർജുനൻ ഓർമ്മിപ്പിച്ചു. കൃഷ്ണൻ പ്രസക്തമായ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവന്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു പുണ്ണാക്കും ചെയ്യാൻ സാധിക്കില്ല. രണ്ട്, അഭിമന്യു എന്ന നിന്റെ 18 വയസ്സ് തികയാത്ത മകനെ അമ്പെയ്ത് വീഴ്ത്തിയത് യുദ്ധമര്യാദയ്ക്ക് വിരുദ്ധമാണ്. അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ നടന്ന കൗരവരുടെ യുദ്ധമര്യാദകൾ മറന്നുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കൃഷ്ണൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അർജുനൻ അമ്പെയ്തു, കർണൻ യുദ്ധഭൂമിയിൽ വീണു മരിച്ചു. റെഡ്ഡിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പരാജയഭീതി പൂണ്ട രേവന്ത് റെഡ്ഡി ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് മോഹൻലാലിന്റെ വാചകം കടമെടുത്തു പറഞ്ഞത്. ഇത്തരം വാചകങ്ങളൊക്കെ മോഹൻലാൽ അവതരിപ്പിക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖമുണ്ട്. പക്ഷേ യുദ്ധമുഖത്ത് നിന്ന് അവതരിപ്പിക്കുമ്പോൾ അത് കൊലവിളിയായും വെല്ലുവിളിയായും മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ രേവന്ത് റെഡ്ഡി ചോദിച്ചു വാങ്ങിയതാണത്, അല്ലാതെ പിണറായി വിജയൻ അവിടെ കൊണ്ടുപോയി കൊടുത്തതല്ല. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അളന്നു തൂക്കി ഗുണിച്ച് ഹരിച്ച് മാത്രം വാചകങ്ങൾ ഉപയോഗിക്കുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകമാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ രേവന്ത് റെഡ്ഡി പ്രയോഗിച്ചത്. അതിന് പിണറായി പറഞ്ഞു ഡാഷ് മോൻ എന്ന പ്രയോഗം. അതൊഴിച്ച് മറ്റൊരു പ്രയോഗമേ ഇല്ല. അത് കേട്ട് കോൺഗ്രസ്സുകാർ വിരമിച്ചിട്ടും കാര്യമില്ല. രേവന്ത് റെഡ്ഡി സത്യത്തിൽ പറഞ്ഞ വാചകങ്ങളുടെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. ഇവിടെയുള്ള ആരോ തെലുങ്കിൽ എഴുതി കൊടുത്ത മലയാളം വാചകം അതുപോലെ വായിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിണറായിയുടെ മറുപടി രേവന്ത് റെഡ്ഡിയോടല്ല, മറിച്ച് അത് എഴുതി കൊടുത്ത പുങ്കുവനോടുള്ളതാണ്.